നമുക്ക് അറിവില്ലായ്മയും കൂടെ ഉണ്ട്. ഇവർ വന്നാൽ ഇത് വർക്കൗട്ട് ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്നാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണം. അതുകൊണ്ട് ഞാൻ കൽക്കട്ട ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് ടൈലേഴ്സിനെ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത്. ആദ്യം കൊണ്ടുവരുന്ന ഒരു കട്ടർ ആൻഡ് ടൈലർ. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പർച്ചേസിന് മുമ്പ് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും നല്ല സാധനം കിട്ടണം, നല്ല പ്രോഡക്റ്റുകൾ കിട്ടണേ, ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവണം. എന്നോട് അന്നേരം പറയും അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കണ്ണിന് നിൻ്റെ കണ്ണിന് അത് നല്ലതാവാനായിട്ട് തോന്നിപ്പിക്കണേ എന്ന് ദൈവത്തിനോട് പറയണം. ശരിക്കും അതല്ലേ അതിൻ്റെ ശരി. നമ്മൾ എ സിയിലിട്ട് ഓഫീസിലിരുന്നിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ബിസിനസ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഫുള്ളി നോളജബിൾ ആയിരിക്കണം. നമുക്കതിനെക്കുറിച്ച് അറിവുണ്ടാവണം. ഇതിനൊരു പാകപ്പിഴ, അതിനൊരു കുഴപ്പം വന്നാൽ, നെഗറ്റീവ് വന്നാൽ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പോലും നമ്മൾ ആദ്യം ചിന്തിക്കണം. മമ്മി കുറച്ച് നല്ല സാരികളും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഒരാളാണ്. നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് എപ്പോഴും നിർബന്ധമാണ്. ഫ്യൂജി സിൽക്കൊക്കെ എവിടെയോ നിന്നോ വരുത്തിയിട്ടാണ് ജുബ തയ്ക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് ഒരു ടൈലറെ കൊണ്ടാണ് തയ്ക്കുന്നത്. അവിടെ നിന്ന് വരുത്തി അന്ന് കരാർക്കടയിലെ മുണ്ട് അതേ ഉടുക്കത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ ഇട്ട് മമ്മിയാണ് അതിൻ്റെ നിർബന്ധിതമായിട്ട് മമ്മിയാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. തേച്ച് ഉടയാത്ത സാധനം ഇട്ട് നടക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൾച്ചർ ഞങ്ങൾ കണ്ടു വളർന്നു വീട്ടിൽ. അപ്പോൾ എൻ്റെ ഫാദർ ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി. എൻ്റെ മദറും അതെ. അവർ ഞങ്ങളെ പെൺകുട്ടികളെ പോലെയല്ല, ആൺകുട്ടികളെ പോലെയാണ് വളർത്തിയത്. ജീപ്പ് ഓടിക്കാൻ പഠിക്കണം. ബാക്കി ജീപ്പൊക്കെ ഉണ്ട്. അപ്പം ജീപ്പ് ഓടിക്കാനാണ് പഠിപ്പിച്ചത്. കാർ ഓടിക്കുന്നതിന് മുന്നേ പെൺപിള്ളേർക്ക് വൈ നോട്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യണം. 2, 3, മിലൻ ഡിസൈൻ. ഞാൻ കുറേ നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് മിലൻ ഡിസൈൻ എന്ന് പറയുന്നത് ഏതോ ഇൻ്റർനാഷണൽ ബ്രാൻഡ് കൊച്ചിയിൽ ആരോ ഫ്രാഞ്ചൈസി ഒക്കെ എടുത്തിട്ട് ഇവിടെ തുടങ്ങിയതാണെന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു എനിക്ക് കുറച്ച് നാൾ വരെ. പക്ഷെ മിലൻ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മലയാളി കോട്ടയംകാരി ഇവിടെ വന്ന് സാരി കച്ചവടം തുടങ്ങി എംപയർ സൃഷ്ടിച്ച ഒരു കഥയാണ്. അതിൻ്റെ ചരിത്രം എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നിയത്. വെൽക്കം. താങ്ക് യു ഫോർ ദ ബിഗ് കോംപ്ലിമെന്റ്. ബേസിക്കലി നിങ്ങളുടെ ആ സെറ്റപ്പും ഡിസൈൻസ് ആണെങ്കിലും പേര് തന്നെയാണെങ്കിൽ തന്നെയും അതിൻ്റെ അകത്തൊരു കുറേ പേർക്ക് അങ്ങനെയായിരുന്നു. കുറേ പേര് അങ്ങനെ ഡൽഹിക്കാരോ വന്നേക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ വന്ന് കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടി അങ്ങനത്തെ ഒരു നോർത്ത് സ്റ്റൈലിലുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്യും. അപ്പം പലരും വന്നേക്കും, ഇത് മലയാളിയാണോ, ഇത് മലയാളീസിൻ്റെ ആണോ, അത് പുറത്തു നിന്നുള്ളവരാ. അത്ഭുതമായിരുന്നു. ഒരു കോട്ടയംകാരിയാണല്ലോ. ഒരു കോട്ടയംകാരി എങ്ങനെയാണ് ഈ സാരി വിറ്റ് ഒരു എംപയർ സൃഷ്ടിച്ചതെന്ന്? ഞാൻ റാന്നിക്കാരിയാ. ഞങ്ങളെയൊക്കെ കോട്ടയം ബ്ലഡാണ്. റാന്നി എന്ന് പറയുമ്പോൾ കോട്ടയമാണ് നമ്മുടെ ടൗൺ. റാന്നിയിലെ ടേസ്റ്റ് അല്ലെ കോട്ടയത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഐ മീൻ ഈവൻ തൃശ്ശൂർ വരെ. പക്ഷേ കുറച്ചും കൂടെ ക്രിസ്ത്യൻ ബേസ്ഡ് ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ക്രീം ആൻഡ് ഗോൾഡ് ആൻഡ് അങ്ങനത്തെ ഒരു തീമാണ്. അപ്പോൾ അതിൽ നിന്ന് അത് നമ്മൾ കുഞ്ഞിലെ പോലെ നമ്മളുടെ കണ്ട് നമ്മുടെ കൾച്ചറിലുള്ളതല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഷോറൂം, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റുകൾ മാത്രം കിട്ടുന്ന ഒരു ഷോറൂം എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നപ്പം എനിക്കറിയാവുന്ന അതാണ്, എൻ്റെ ടേസ്റ്റ് അതാണ്. അതുകൊണ്ട് ഞാനത് വെച്ചു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ സാരികളുണ്ടാക്കി. അങ്ങനത്തെ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡ് ആയിരുന്നു കൂടുതലും നമ്മൾ സാരികൾ ആദ്യം ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് കസ്റ്റമർ ഉണ്ടായി. ഇവിടെ ഉള്ളവർക്കും കളർ കൊടുത്ത് ഭയങ്കര കളേഴ്സ് ചൂസ് ചെയ്യുന്നവരാണെങ്കിലും ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡ് കാണുമ്പോൾ എപ്പോഴും ഒരു എലഗൻസ് അല്ലേ. അങ്ങനെയാണ് ആ കൾച്ചറിലേക്ക് വന്നത്. ഈ 91 മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ ഞങ്ങളടക്കമുള്ള ജനറേഷൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് സെറ്റിലാകാം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പിള്ളേരെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരു ഐഡിയയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് മാത്രമല്ല, ഒരു ഹോം മേക്കറോടൊപ്പം തന്നെ എനിക്കൊരു സ്വപ്നം ഉണ്ടെന്ന് തീരുമാനിക്കുന്നതുണ്ടല്ലോ. അത് എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ്? ആക്ച്വലി എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഞങ്ങൾ ആക്ച്വലി 3 ഗേൾസ് ആയിരുന്നു വീട്ടിൽ. അപ്പോൾ എൻ്റെ ഫാദർ ആക്ച്വലി ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി. എൻ്റെ മദറും അതെ. അവർ ഞങ്ങളെ പെൺകുട്ടികളെ പോലെയല്ല, ആൺകുട്ടികളെ പോലെയാണ് വളർത്തിയത്. ജീപ്പ് ഓടിക്കാൻ പഠിക്കണം. ബാക്കി ജീപ്പൊക്കെ ഉണ്ട്. അപ്പം ജീപ്പ് ഓടിക്കാനാണ് പഠിപ്പിച്ചത്. കാർ ഓടിക്കുന്നതിന് മുന്നേ പെൺപിള്ളേർക്ക് വൈ നോട്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങൾ ചെയ്യണം. തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം. ഞാനൊക്കെ 10th കഴിഞ്ഞ് കോളേജിൽ അഡ്മിഷൻ പറയുമ്പോൾ എൻ്റെ ഫാദർ അവിടുത്തെ കമ്മിറ്റി മെമ്പറൊക്കെയാണ്. പക്ഷേ എൻ്റെ വിചാരം പപ്പ എന്നെ കാറെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ പക്ഷേ പറഞ്ഞു ഇല്ല, നിനക്കതിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, യു ഗോ യു അലോൺ ആൻഡ് യു ഗെറ്റ് യുവർ അഡ്മിഷൻ. അപ്പോൾ അന്നൊക്കെ തന്നെ നമുക്ക് ആ കോൺഫിഡൻസ് തന്നു. സോ അന്ന് പേരൻസ് ചെയ്തിരുന്നത് ഇന്നത്തെ പേരൻസ് അത്രയും ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നമ്മളെ തന്നെ വിടുകയും അങ്ങനെ ഉണ്ടായ ആ കോൺഫിഡൻസിൽ എനിക്ക് ഇപ്പം കോളേജിൽ ഒബ്വിയസ്ലി ഞാനൊരു സ്കൂളിൽ നിന്ന് വന്നിട്ട് ബോയ്സൊക്കെ ഉള്ള കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അഡ്മിഷൻ. പക്ഷേ അതിൻ്റെ ആ ഫിയർ അന്നങ്ങ് മാറി.
നമ്മൾ തന്നെ ഓഫീസിൽ പോയി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. സോ ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ ഫാമിലി എന്നെ അങ്ങനെ ആക്കി വിട്ടതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡൻറ്റിറ്റി ഉണ്ടാവണം എന്ന്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ നമുക്ക് ഏറ്റവും മാക്സിമം എഡ്യൂക്കേഷൻ തരിക, നിങ്ങളുടേതായ പെൺകുട്ടികളാണ്, ഹോം മേക്കേഴ്സായിട്ട് ഇരിക്കേണ്ടവരല്ല, നിങ്ങൾക്കും ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്ന് അന്നേ പഠിപ്പിച്ചതാണ്. പറഞ്ഞല്ല, പഠിപ്പിച്ചു. പിന്നെ വരുന്നതൊക്കെ ഭാഗ്യം പോലെ. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് വന്ന് കയറിയ വീട്ടിൽ, എന്നെ കല്യാണം കഴിച്ച് വന്ന വീട്ടിൽ എനിക്ക് കിട്ടിയ എൻ്റെ ഹസ്ബൻഡൊക്കെ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അവരുടെ ഫാമിലിയിൽ നിന്ന്, പടിക്കപ്പറമ്പിൽ നിന്നുള്ള ഫാമിലി, അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ എൻ്റെ മൂത്ത സിസ്റ്ററിലോ ഭയങ്കര ബിസിനസ്സുകാരിയായിരുന്നു. ചേച്ചിയാണ് വിമല സിൽക്ക് ഹൗസിൽ, വിമല മോളി എന്ന് പറഞ്ഞാൽ തൊടുപുഴയുള്ള അന്നത്തെ ഏറ്റവും എനിക്കൊന്ന് കേരളത്തിലെ നമ്പർ 1 ആദ്യത്തെ വുമൺ ഓൺട്രപ്രണർ ആയിരിക്കും ടെക്സ്റ്റൈലിൽ. ചേച്ചിക്ക് 3-4 ഷോപ്പുകൾ, കട്ടപ്പന ഷോപ്പൊക്കെയാണ് ചേച്ചി തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചി ഹസ്ബൻഡുണ്ട്, പക്ഷേ ദ സെയിം പാറ്റേൺ വി ഫോളോഡ്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡും ചേച്ചിയെ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും എന്നെ ഇത്രയും പ്രൊമോട്ട് ചെയ്തത്. എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി തരാനുള്ള ആൾക്കാർ നമുക്കുണ്ടായിരുന്നു. എനിക്ക് എന്നെ സംബന്ധിച്ച് അത്ര ഭയങ്കരമായിട്ടങ്ങ് നമ്മളങ്ങ് ഇത് ചെയ്യേണ്ടി വന്നില്ല, ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഇപ്പം 91 മാരേജ് കഴിഞ്ഞിട്ട് 95 മാം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പം അതിന്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പ് പീരീഡ് ഉണ്ടല്ലോ, അത് ബേസിക്കലി എങ്ങനെയായിരുന്നു? മുന്നൊരുക്കം എന്നൊക്കെ പറയില്ലേ? അതെ, അങ്ങനെ ഒരു ഒരുക്കം ഇല്ലായിരുന്നു. ആ ഒരു 5 വർഷം പിള്ളേരുണ്ടായി, അവരെ വളർത്തി, അവരെ കൊണ്ട് സ്കൂളിൽ ആക്കുക, അങ്ങനത്തെയൊക്കെ ഉള്ളൊരു 95 ആയപ്പോൾ ഞങ്ങൾ കൂത്താട്ടുകുളത്തെ സ്റ്റോർ 91 തുടങ്ങിയത്, 95 അങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴും മോളൊക്കെ എനിക്കൊന്ന് ഡേ കെയർ പോലെ എവിടെയൊക്കെ വിടുന്നത്, അവിടെ വിട്ടിട്ട് ഉച്ച വരെ ഞാൻ ഷോപ്പിൽ പോകും. ഉച്ച കഴിഞ്ഞ് പിന്നെ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോകും. അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഫീൽഡാണ്. നമുക്ക് ചില പരിപാടികൾ ചെയ്താൽ ഇഷ്ടപ്പെടണ്ടേ. ഞാൻ പഠിച്ചതൊന്നും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാനേജ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെ വർക്ക് ചെയ്തു. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പിന്നെ ആ ഒരു എന്നാ പറയുക ഇൻസ്പയർഡ് ആയതാണ്. പിന്നെ എൻ്റെ സിസ്റ്ററിലോ ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയെ കണ്ടു, ചേച്ചിയെ പോലെ ആവണം. ചേച്ചി ഒത്തിരി ഹാർഡ് വർക്കിംഗ് ആണ്. ഞാനും അതേ മൈൻഡ് സെറ്റിലാണ് ജോലിയിൽ ഇറങ്ങിയത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യണം. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ വന്നതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം. അതെ അതെ. ഈ ഇപ്പം ഫാഷൻ ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയുന്ന കാര്യം, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ക്ലോത്തോ ഇല്ലെങ്കിൽ ഒരു ഷൂവോ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ആദ്യം അങ്ങോട്ടായിരിക്കും വരുന്നത്. ആരിട്ടുകൊണ്ട് വന്നാലും അങ്ങനെ ആയിരിക്കും. മാമിന് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഫാഷൻ ലോകത്തേക്ക് ഒരു അട്രാക്ഷൻ കിട്ടിയത് ഏത് മൊമെന്റിലായിരുന്നു? ആക്ച്വലി ഞങ്ങൾ 3 ഗേൾസാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ മമ്മി കുറച്ച് നല്ല സാരികളും നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഒരാളാണ്. നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് എപ്പോഴും നിർബന്ധമാണ്. എൻ്റെ ഫാദർ ആണെങ്കിൽ അന്നൊക്കെ ജുബ്ബ ഇടുന്ന ആളാണ്. അവിടെ ആ സൈഡിലൊക്കെ അങ്ങനെയല്ലേ, വൈറ്റോ അല്ലെങ്കിൽ പപ്പായൊക്കെ ഫ്യൂജി സിൽക്ക് എന്ന് പറയും അന്നത്തെ കാലത്ത്. ഫ്യൂജി സിൽക്കൊക്കെ എവിടെയോ നിന്നോ വരുത്തിയിട്ടാണ് ജുബ്ബ തയ്ക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് ഒരു ടൈലറെ കൊണ്ടാണ് തയ്പ്പിക്കുന്നത്. അവിടെ നിന്ന് വരുത്തി, അന്ന് കരാർ കടയിലെ മുണ്ട് അതേ കൊടുക്കത്തുള്ളൂ. അങ്ങനത്തെയൊക്കെ ഇട്ട് മമ്മിയാണ് അതിൻ്റെ നിർബന്ധിതമായിട്ട് മമ്മിയാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. തേച്ച് ഉടയാത്ത സാധനം ഇട്ട് നടക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൾച്ചർ ഞങ്ങൾ കണ്ടു വളർന്നു. ഞങ്ങളുടെ എല്ലാം ഡ്രസ്സുകളും എല്ലാ സാറ്റർഡേയ്സും വാഷ് ചെയ്ത് അയൺ ചെയ്ത് നല്ലതായിട്ട് കബോർഡിൽ അടുക്കി വെക്കണം എന്നൊക്കെ ഉള്ള ചിട്ടയൊക്കെ പഠിപ്പിച്ചതാണ് ഞങ്ങളെ. അപ്പോൾ അവിടെ നമുക്കൊരു ടൈലറുണ്ട്, പുള്ളിക്കാരത്തിയാണ് ഞങ്ങളുടെ എല്ലാം കസ്റ്റമൈഡ് പോലെയാണ്. ഞങ്ങൾ ഫാബ്രിക് എടുത്ത് കൊടുക്കുകയുള്ളൂ. അന്നൊക്കെ റെഡിമെയ്ഡ് വളരെ കുറവാണ്. ഞങ്ങൾ കോട്ടയത്താണ് ടൗൺ. അപ്പോൾ കോട്ടയത്ത് വന്ന് ഒരു 2 മാസം വരും കുടുംബം വരും, വന്നിട്ട് ഫാബ്രിക്കുകൾ എടുത്തിട്ട് പോകും. എന്നിട്ട് അവരാണ് സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പം ഞാൻ അവരുടെ കൂടെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണാനും, സ്റ്റിച്ച് ചെയ്യുന്നതും പാറ്റേൺ പറയാനും. പാറ്റേണൊന്നും അന്ന് ഇന്നത്തെ പോലെ വരച്ചു കൊടുക്കാനോ മെഷർമെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു ഫോണില്ല നോക്കാനോ ഒന്നുമില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്ത് അന്ന് തന്നെ ഒരു മനസ്സിലൊരു ഇഷ്ടമുണ്ട്. പിന്നെ 10th കഴിഞ്ഞപ്പം എൻ്റെ മദർ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടി പഠിച്ചിരിക്കേണ്ടത് ഒന്ന് കുക്കിങ്ങും ഒന്ന് സ്റ്റിച്ചിങ്ങുമാണ്. അത് അത്യാവശ്യം, എത്ര MA കാരിയോ BA കാരിയോ ഡോക്ടർ ആയാലും ശരി ഇത് പഠിക്കണം. അതുകൊണ്ട് നീ സ്റ്റിച്ചിങ് ക്ലാസ്സിന് പോകണമെന്ന്, അവധിയല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ബോറാ, എനിക്ക് പോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇല്ല പോയേ പറ്റൂ, എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ അറിയണ്ടേ, ഒന്ന് പോകാൻ പറഞ്ഞ് വിട്ടു. ആദ്യത്തെ ദിവസം പോയി ഒരു നൈറ്റിയോ എന്തോ സംതിങ് ഞാൻ കട്ട് ചെയ്തു, സ്റ്റിച്ച് ചെയ്തു. 2ാമത്തെ ദിവസം ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. അന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ബേസിക് ക്ലാസ് അല്ലേ.
രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ മമ്മി എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് പറ്റണില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ MCA പഠിച്ചതും B.Ed പഠിച്ചതും എല്ലാം പഠിച്ചത്. അത് ഡിഗ്രി ഫിസിക്സിൽ നല്ല മാർക്കോടുകൂടി പാസ് ഔട്ടായ ആളാണ് ഞാൻ. പക്ഷെ അന്നത്തെ ആ 2 ക്ലാസ്സാണ് എൻ്റെ ജീവിതം ഇന്നിങ്ങനെ ആക്കി. അന്ന് ആ മെഷർമെൻ്റ് എടുത്തത് ഇതിന് എത്ര മീറ്റർ തുണി വേണമെന്നുള്ളത്, അത് ഇന്നും ഞാൻ ഒരു മെഷർമെൻ്റ് ഒക്കെ പറയുമ്പം എൻ്റെ മനസ്സിൽ അന്നൊരു നൈറ്റിക്ക് എടുത്ത ഒരു ഫ്രോക്കിന് എടുക്കുന്ന തുണിയുടെ കണക്ക് എങ്ങനെ വരും, അതിലാണ് ഇന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും മമ്മീനെ ഓർക്കും, എൻ്റെ മദറിനെ. അമ്മ അന്ന് പറഞ്ഞു വിട്ടത് ശരിക്കും ദൈവം നിമിത്തമാണ്, നമുക്ക് നമ്മളിതിലേക്കാണ് വരുന്നതെന്ന് മുന്നേ കൂട്ടി കണ്ടിട്ട് വിട്ടതായിരിക്കാം. എങ്കിലും ഇപ്പോൾ ഒരു കിക്ക് ഉണ്ടല്ലോ, കാര്യം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ് ബേസിക്കലി ഇത്. അപ്പം ആ ആർട്ട് ഫോം ചെയ്ത് നമ്മൾ പുറത്തേക്ക് ആ വർക്ക് നമ്മൾ ചെയ്ത ഡിസൈൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതുണ്ടല്ലോ, അതാണ് നമ്മൾ ഭയങ്കര ഭാഗ്യകരമായ കാര്യമാണ് അത് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ചെയ്ത് ഈ സ്റ്റിച്ചിങ്? ആദ്യം സ്റ്റിച്ചിങ് അല്ല, എനിക്ക് ആക്ച്വലി സ്റ്റൈലിങ് എനിക്ക് കൂടുതൽ ഇഷ്ടം. സ്റ്റിച്ചിങ് എനിക്ക് ഇപ്പോഴും അത്ര അറിയില്ല. സ്റ്റിച്ചിങ്ങിനെ കുറിച്ചും കട്ടിങ്ങിനെ കുറിച്ചും ഒന്നും വലിയ, കട്ടിങ് എനിക്കറിയാം, എനിക്ക് ഐ നോ, ബട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിനേക്കാൾ എനിക്ക് കൂടുതൽ സ്റ്റൈലിംഗ് ആയിരുന്നു ഇഷ്ടം. സ്റ്റൈലിംഗ് എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. സ്റ്റിച്ച് ചെയ്തൊരു പ്രോഡക്റ്റ് ഇട്ടാൽ പോരാ, അതിനെ സ്റ്റൈൽ ചെയ്താൽ മാത്രമേ അത് ഭംഗിയാവുള്ളൂ. അപ്പോൾ സ്റ്റൈലിങ്ങിലേക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് ഇട്ടാലും, ഒരു സിമ്പിൾ സാധനമാണ് ഇട്ടാലും, ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളതിനെ ആക്സസറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെ അത് എങ്ങനെ നമ്മളത് ഇരിക്കണം അതിട്ടിട്ട്, അല്ലെങ്കിൽ നടക്കണം, അങ്ങനത്തെ കുറച്ച് മാനേഴ്സ് നമ്മൾ പറയുമല്ലോ, അങ്ങനത്തെ കുറച്ച് ഡ്രസ് മാനേഴ്സ്, അപ്പം അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ഞാൻ വളരെ കീനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. മേ ബി അതായിരിക്കും നമ്മുടെ വിജയം. അതൊക്കെ ഇതിൻ്റെ ഒരു ഫാക്ടേഴ്സ് അല്ലേ. ഇപ്പം എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് 50ഓളം എക്സിബിഷൻസ്, 28 ഈ 95 തന്നെ മാം ബിസിനസ് ഇറങ്ങി ആദ്യം ചെയ്ത സ്റ്റെപ്പുകളിലൊന്നാണ് ഈ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാൻ. പിന്നെ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാലോചിച്ച് കഴിഞ്ഞാൽ ഇന്നും സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ തന്നെ അന്ന് ബേസിക്കലി അത് ഭയങ്കര വിരളമായിട്ടുള്ള ആക്ച്വലി അത് സത്യം പറഞ്ഞാൽ അത് കൂത്താട്ടോളം സ്റ്റോറിൽ വിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. ഞാനും കൂടെ പർച്ചേസിന് പോയി എടുക്കുന്ന സാധനങ്ങൾ അവിടെ വിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ കസ്റ്റമേഴ്സിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടിയ സാധനങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചറല്ലല്ലോ അവിടുത്തെ. അത് ഞാനാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ സെയിലാക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കിത് സിറ്റിയിലാണ് ഇത് കൂടുതൽ വിൽക്കുന്നതെന്ന് തോന്നി. അപ്പോഴാണ് നമ്മൾ എക്സിബിഷൻ ഐഡിയ വന്നത്. അങ്ങനെ എക്സിബിഷൻ തുടങ്ങുമ്പോൾ കൊള്ളാലോ, ഇത് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം എക്സിബിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മന്ത് നമ്മുടെ ഒരു സ്റ്റോറിലെ ടേൺ ഓവർ കിട്ടും. പക്ഷേ ഒത്തിരി ബാലൻസ് വരും, വിറ്റിട്ട് ബാക്കി വരുമല്ലോ. അപ്പോൾ ആ ബാക്കീനെ പിന്നെ നമ്മൾ നിറച്ചിട്ട് വേണം നെക്സ്റ്റ് എക്സിബിഷൻ. അങ്ങനെയാണ് ഒരു 28 എക്സിബിഷൻ ചെയ്തത്. ആ എക്സിബിഷൻ ചെയ്ത് ഞാൻ ടയർഡായെന്ന് പറയാം. നമുക്കിങ്ങനെ എവറി 2 മന്ത്സ് അല്ലെങ്കിൽ 1 മന്തിൽ ഓരോ സിറ്റി കണ്ടുപിടിച്ച് അവിടെ എക്സിബിഷൻ ചെയ്ത്, ബാക്കിയെല്ലാം എല്ലാവരും ചെയ്യാൻ ബാക്കിലൊക്കെ ആളുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ 3 ദിവസവും 2 ദിവസവും 3 ദിവസമാണെങ്കിൽ 3 ദിവസം നമ്മൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. ആൾക്കാരെ റിസീവ് ചെയ്യുക, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണ്ടേ. സോ അതെനിക്ക് തോന്നി എനിക്ക് കുറച്ചുകൂടി സെറ്റിൽ ഡൗൺ ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒരു ഷോപ്പിനെ കുറിച്ച് പറയുന്നത്. പിന്നെ 2010 എടുത്തു ഒരു ഷോപ്പിലേക്ക് എത്തുന്ന ആ ഒരു ഡിസിഷനിലേക്ക്. കാര്യം അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഒരു ഷോപ്പ് എന്ന്. ഞാൻ ആക്ച്വലി ഞങ്ങൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല ഇന്ത്യയിൽ. നമ്മൾ സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് കൂത്താട്ടുകുളത്തെ ഞങ്ങളുടെ സ്റ്റോറിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും എൻ്റെ കണ്ണ് എപ്പോഴും കുറച്ചും കൂടെ പ്രീമിയം സാധനങ്ങളിലാണ്. അപ്പോൾ ഞാനത് ഇവിടെ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ഫാബ്രിക്സ് ഇവിടുന്ന് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഏർത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഹാൻഡ് വോവൺ പ്രോഡക്റ്റുകൾ, ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ, അങ്ങനത്തെയൊക്കെ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമുള്ള. അപ്പം ഞാൻ അതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാനുള്ള ഇഷ്ടം കൊണ്ട് ഹസ്ബൻഡിന് കടയിൽ അവിടെ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അത് കണ്ട് അതിനകത്തുനിന്ന് കുറച്ചൊക്കെ വാങ്ങി, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വിറ്റ്, ബാക്കി എക്സിബിഷനിൽ വിറ്റ്, അങ്ങനെയൊക്കെ വിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായി. നമ്മുടെ ട്രാവലിങ്ങിലുണ്ടായ എക്സ്പീരിയൻസ്, ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ്, ബിസിനസ്സുകാരെ കാണുമ്പോൾ എക്സ്പീരിയൻസ്, ഡയറക്റ്റ് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോകുമ്പോൾ, ഡയറക്റ്റ് പോകുന്നവരുടെ അടുത്ത് അവിടെ പോകണം. അതിപ്പോഴും ഞാൻ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് മന്തും 2 months ബാക്ക് ഞാൻ പോയി. അതുപോലെ എനിക്ക് വണ്ടറാണ് ഇതൊക്കെ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാത്തടത്ത് ഫോറിനേഴ്സ് ചെയ്ത് സാധനം എടുക്കുന്നു. ഫോറിനിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുന്നും ഈജിപ്തിൽ നിന്നും ഒക്കെ വന്ന് ഫാബ്രിക് എടുക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യയുടെ റൂറൽ വില്ലേജസിലുണ്ട്.
അവിടെ നമ്മുടെ മലയാളിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് സാധനം വലിയ ഇഷ്ടമില്ല. പക്ഷേ അത് നല്ല പ്യുവർ ഫൈൻ കോട്ടൺസ് ആണ്. അതിൻ്റെ ആഫ്റ്റർ വാഷ് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ്. അത് നമ്മളെക്കാളും നന്നായിട്ട് ഫോറിനേഴ്സിന് അറിയാം. അവരത് എക്സ്പ്ലോർ ചെയ്ത് അവർ വന്ന് അവരത് യൂസ് ചെയ്യുന്നു. ഇത് അതോടൊപ്പം തന്നെ കൂടിച്ചേർക്കേണ്ട ഒരു സംഗതി, എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു ബ്രാൻഡ് ക്ലോത്തിങ് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത ടൈമിൽ ഹൈവേ ഗാർഡനിൽ മാം ആയിരുന്നു ഇനാഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ മാം എല്ലാ സ്റ്റാൾസും ഇങ്ങനെ കറങ്ങി നടന്ന് കാണുന്നുണ്ട്. അപ്പം ഇവള് ബേസിക്കലി രാജസ്ഥാനിൽ നിന്ന് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ബേസിക്കലി അവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പം മാം പുള്ളിക്കാരോട് ചോദിച്ചു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന ആളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തത്. അതപ്പം എനിക്ക് ഞാൻ അതെങ്ങനെ മനസ്സിലായെന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. കാര്യം ആ ക്ലോത്ത് കണ്ട് അത് കൈവച്ച് തൊട്ട് നോക്കി കഴിഞ്ഞപ്പം അത് ആരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയെന്ന് പറയുന്നത് ഭയങ്കര അല്ല. അത് രാജസ്ഥാനിലുള്ള ഒരു ആർട്ടിസ്റ്റിന് അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. നമുക്ക് ചില മിലൻ്റെ സാരിക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. മിലൻ്റെ സാരി ഉടുത്താൽ എനിക്ക് എന്തായാലും അറിയാമല്ലോ എൻ്റെ സാരിയാണ്. പക്ഷേ ഞാൻ അറിയാത്ത ചില കസ്റ്റമറും ഇപ്പോൾ എല്ലാവർക്കും കിട്ടും സാരികൾ. പക്ഷേ എന്നാലും സാരി ഉടുത്ത് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സാരി കണ്ടാൽ ഇത് മിലൻ്റെ സാരി അല്ലേ എന്ന് നമുക്കൊരു ഡൗട്ട് അടിക്കും. ചില ആൾക്കാർ പറയും അവർ മിലൻ്റെ സാരിയാണെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കുന്നു കസ്റ്റമേഴ്സ്. അല്ല കസ്റ്റമേഴ്സ് അല്ല, ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പറയുന്നത് നമ്മൾ മിലനിലെ സാരിയാണ് എന്ന് പറയുന്ന പോലെ ചില പ്രോഡക്റ്റുകൾ ചില സപ്ലയേഴ്സിൻ്റെ ഉണ്ട്, അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന നല്ല തറവാട്ടിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റിന് അതിൻ്റേതായ ഒരു മഹത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലോറി ഉണ്ട്. ആ ഗ്ലോറി നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കാനുള്ള ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത്. എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പർച്ചേസിന് മുമ്പ് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും നല്ല സാധനം കിട്ടണം, നല്ല പ്രോഡക്റ്റുകൾ കിട്ടണേ, ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന്. എന്നോട് അന്നേരം പറഞ്ഞു അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കണ്ണിന് നിൻ്റെ കണ്ണിന് അത് നല്ലതാവാനായിട്ട് തോന്നിപ്പിക്കണേ എന്ന് ദൈവത്തിനോട് പറയണം. ശരിക്കും അതല്ലേ അതിൻ്റെ ശരി. നമ്മളൊരു പ്രോഡക്റ്റ് സാരി കാണുമ്പോൾ പക്ഷേ ഇത് നല്ല മോശം സാരിയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കുകയാണ് ഇത് അടിപൊളി, ഇത് എടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർക്ക് അത് വിൽക്കാൻ പറ്റില്ല. പക്ഷേ ദൈവം തരുന്ന വിഷൻ അത് നല്ലതാണ്, നമ്മളെ കണ്ണിനെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ആ വിഷൻ തന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ എടുക്കുന്ന എല്ലാം സെയിലാവില്ലേ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നോട് എൻ്റെ ഫാദർ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കണ്ണിന് നല്ലതായിട്ട് തോന്നണേ എന്ന് വെച്ചാൽ എൻ്റെ കസ്റ്റമർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതും. അപ്പോൾ അത് 100% അത് വർക്കൗട്ട് ആയതുകൊണ്ടാണ് എല്ലാവർക്കും വന്നാൽ മിലനി അതുകൊണ്ടല്ല മിലനി വന്നാൽ ഇഷ്ടപ്പെടുന്നത്. അതെ, തീർച്ചയായും. ഇപ്പം ആ ടൈമിൽ ഈ 2010 സ്റ്റോർ തുടങ്ങി മാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം മാമിൻ്റെ ഒരു ഐഡിയ ആണ് കിക്കായത്. കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ കസ്റ്റമേഴ്സിന് അവരുടെ ക്ലോത്ത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാന്നൊരു ഐഡിയ ഉണ്ടല്ലോ, അത് ഭയങ്കര മൂവ്മെന്റ് ആയിരുന്നു. കാര്യം അതിന് അറിയാം, ഒരു ഓൺടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻവെസ്റ്റ്മെന്റ് വേണം, ഫാഷൻ ഡിസൈൻ പഠിച്ച ആളുകൾ ഉണ്ടാവണം, സ്റ്റോറിൽ അത് കൃത്യമായി ചെയ്യുക, സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഒരു നമ്മളെ വിശ്വസിച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വരുന്ന കസ്റ്റമേഴ്സിന് വൃത്തിയാക്കി അതിൻ്റെ ഒരു ഭംഗി ബ്യൂട്ടിയിൽ നിർത്തുക എന്ന് പറയുന്ന സംഗതി, അതെങ്ങനെയായിരുന്നു അത്രയും റിസ്ക് എടുത്തത്? അത് റിസ്ക് എനിക്ക് തോന്നണം കുറച്ചൊക്കെ നമുക്ക് അറിവില്ലായ്മയും കൂടെ ഉണ്ട്. ഇവർ വന്നാൽ ഇത് വർക്കൗട്ട് ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്നാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കണം. അതുകൊണ്ട് ഞാൻ കൽക്കട്ട ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് ടൈലേഴ്സിനെ ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത്. ആദ്യം കൊണ്ടുവരുന്ന ഒരു കട്ടർ ആൻഡ് ടൈലർ 2 പേര് കൽക്കട്ടയിൽ നിന്ന്, ഒരാൾ ബോംബെയിൽ നിന്ന് വരുന്നത്. ബോംബെയിലുള്ള കൽക്കട്ടക്കാരൻ തന്നെയാണ്. പക്ഷേ ഞാൻ അവരെ ഫ്ലൈറ്റിലാണ് കൊണ്ടുവന്നത്. എനിക്ക് ട്രെയിനിൽ വരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവരെയും കൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അവരെ കൊണ്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഇവരിട്ടിട്ട് പോകരുത്. നമ്മൾ സ്ഥലം എടുത്തു, എല്ലാ മെഷീനറി എല്ലാം വന്നു ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 4 പേര് 5 പേരുള്ളൂ, പിന്നെ കുറച്ച് മലയാളീസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് പിന്നെയും ഡെവലപ്പായി. അവർ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അവരെ നമ്മുടെ ഒരു ഫാമിലിയെ പോലെ ട്രീറ്റ് ചെയ്തു ഒരു കുറച്ച് നാളത്തേനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് വരെ അവർക്ക് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്തു വിട്ടു. എന്ന് വെച്ചാൽ അവർ പോവരുത്, അവരവരുടെ നാട്ടിൽ നിന്ന് അവരുടെ ഫാമിലിയെ കളഞ്ഞിട്ട് വന്നേക്കുന്ന. അപ്പം അവരതുപോലെ എൻ്റെ കൂടെ നിന്നു. എനിക്കൊന്ന് ഫസ്റ്റ് എൻ്റെ കൂടെ നിന്ന മാസ്റ്റർ ഒരു 8 വർഷത്തോളം നിന്ന ആളാണ്. അത് കഴിഞ്ഞ് പുള്ളിക്ക് വയ്യാതെ. അപ്പോൾ അങ്ങനെയുള്ളവരുള്ളപ്പം അവർക്ക് നമ്മുടെ ടേസ്റ്റ് അങ്ങ് മനസ്സിലാവും. പിന്നെ നമ്മളൊന്ന് ചെറിയ കിക്ക് കൊടുത്താൽ മതി, ബാക്കി അവർ ചെയ്തോളും. പിന്നെ നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ അടുത്താണല്ലോ അതെ, നമ്മുടെ ഒരു ഐഡിയ ഇന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഡിസൈനേഴ്സ് കുട്ടികളാണെങ്കിലും പറയും മാം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ മതി, ബാക്കി പിന്നെ ഞങ്ങൾ റെഡിയാക്കിക്കോളാം പറയും. അപ്പം നമുക്ക് ഐഡിയ വരണം, അല്ലെങ്കിൽ നമ്മുടെ ആ കോൺസെപ്റ്റുകൾ നമുക്ക് ഉണ്ടാവണം. കോൺസെപ്റ്റ് ഉണ്ടാവണമെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിലുണ്ടാവേണ്ട കാര്യമാണ്. ബ്രെയിനിൻ്റെ കാര്യം മാത്രം നിങ്ങൾക്കറിയാം. എത്ര ന്യൂറോളജിസ്റ്റ് വന്നാലും ബ്രെയിനിനെ കൊണ്ട് ഒരു സാധനം ചോദിപ്പിക്കാനോ അല്ലെ ചിന്തിപ്പിക്കാനോ പറ്റില്ല. അത് മേളിൽ നിന്ന് കിട്ടേണ്ട വിഷനാണ്, അല്ലേ, പുറത്തുനിന്ന് വരേണ്ട.
മേ ബി അറിവുകൾ കൊണ്ട് യാത്രകൾ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനിൽ നിന്ന് വരുന്നൊരു എന്നാ പറയുന്ന ഒരു വിസ്ഡം തരുന്നതാണ്. ആ വിസ്ഡം നമുക്ക് എപ്പോൾ കിട്ടണം, എപ്പോൾ തരണം, എപ്പോൾ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഒരു ഇച്ചിരി വിശ്വാസം കൂടെ വേണം. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ ഇൻസിഡൻസിൽ എനിക്കത് വർക്കൗട്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടിയേ എനിക്ക് പറ്റുള്ളൂ, ഒരു രക്ഷയില്ല, ഞാൻ വിടത്തില്ല എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാവും. അപ്പോൾ നമുക്കത് വന്നു. എനിക്ക് എൻ്റെ 100% വിശ്വാസം അത് അങ്ങനെ കിട്ടുന്നതാണ്. നമുക്കൊരു കോൺസെപ്റ്റ് ഇറക്കിയാൽ അത് ക്ലിക്കാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബ്രൈഡലിലേക്ക് വരാൻ കാരണം. ഞങ്ങൾ ആദ്യം ബ്രൈഡലിലല്ലായിരുന്നല്ലോ, ഞങ്ങൾ ഫാബ്രിക്കിലായിരുന്നു. ഞാൻ ഫാബ്രിക്കിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പഠിച്ചു, ഫാബ്രിക്കിൻ്റെ സെയിലായതുകൊണ്ട്. അത് ഭയങ്കര ഒരു നല്ലതാണ് ഇപ്പം. എന്നാന്ന് വെച്ചാൽ ബേസ് ഫാബ്രിക്സിനെ കുറിച്ച് അറിയാമെങ്കിൽ ഏത് ഔട്ട്ഫിറ്റ്, അതായത് ഏത് ഡിസൈനർ വെയറിൽ ചെയ്യുന്നവരുടെ അടുത്ത് ചെന്നാലും നമുക്ക് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നമുക്ക് ആ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാം, ഇന്ന ഫാബ്രിക്കിലാണ് ഇന്നത് ചെയ്തത്, അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ബേസിൽ ഇത്രയും രൂപയുള്ളൂ തുണിക്ക്, ഇതിൻ്റെ എംബ്രോയ്ഡറിക്ക് ഏകദേശം ഇത്രയും രൂപയാവും എനിക്കറിയാൻ പറ്റും. ഒരു ഐറ്റം കാണുമ്പോൾ തന്നെ എനിക്കറിയാം എത്ര വിലയുണ്ടാവും ഏകദേശം. അപ്പോൾ അത് പിന്നെ പ്രിൻറ്റിങ്, പിന്നെ എംബ്രോയ്ഡറീസ്, പിന്നെ അതിനകത്ത് വരുന്ന എല്ലാ ഇപ്പോൾ അജ്രക് പ്രിൻറ്റിങ്, അതിനൊക്കെ ഏകദേശം എത്ര അപ്രോക്സിമേറ്റ് എത്രയാവും, ആ കാൽക്കുലേഷനൊക്കെ നമുക്ക് അറിയണം. ഒന്നും അറിയാതെ കുറേ തുണി വാങ്ങിച്ചു കൊണ്ട് വെച്ചാലൊന്നും ഇറ്റ് വോണ്ട് വർക്ക്. ഇപ്പോൾ നമ്മൾ കുറേ കളർ കണ്ടെന്ന് ഓർത്തിട്ട് കാര്യമില്ല. 12 കളർ ഉണ്ടെങ്കിൽ 12 കളറും എടുത്തു വെച്ചാൽ അത് വിൽക്കണമെന്നില്ല. അതിനകത്തൊന്നൊരു 3 കളർ മാറ്റിയാലേ ബാക്കി 8-9 കളറുള്ളത് വിൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ആ 3 കളർ ഇരിക്കുന്നത് കൊണ്ട് ബാക്കി അത്രയും പീസ് മോശമായിട്ട് തോന്നും നമുക്ക്. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ, നമ്മുടെ മലയാളിയുടെ കണ്ണിന് ഇഷ്ടപ്പെടാത്ത കളർ ഇതിൻ്റെ ഇത്രയത്തിൻ്റെ കൂടെ ഇടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലി അങ്ങ് വൃത്തികേടായി പോകും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കത് അതൊക്കെ ശരിക്കും ഞാൻ പഠിച്ചത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെച്ച് നോക്കിയത് തന്നെ ഈ ഒരു സാധനം മാറ്റിയാൽ ശരിയാവും എന്ന് തോന്നിയാൽ അത് ശരിയാവും. പക്ഷെ ആദ്യമേ അത് കസ്റ്റമർ കണ്ടുപോയാൽ തീർന്നു. ബേസിക്കലി എനിക്ക് തോന്നുന്നു മാം അത് റൂട്ടീന്ന് വന്നോണ്ടാണ്. ഒരു ഷോപ്പ് ചെയ്തു അതിങ്ങനെ അതിന്റെ ബേസിക്സ് അറിയണം. ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഡിസൈനിങ് അതിനെക്കുറിച്ച്. ഇപ്പൊ ഡിസൈനിങ് ചെയ്യുന്നതെല്ലാം തന്നെ എല്ലാവരും ഡിസൈനേഴ്സ് അല്ലേ? എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യും, അല്ലെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യും, അതിനകത്തുനിന്ന് ഒരു ഡിസൈൻ എടുക്കും. ഹിന്ദിക്കാർ മാസ്റ്ററെ കൊടുക്കും, ഇത് കട്ട് ചെയ്ത് തരാൻ പറയും, എത്ര മീറ്റർ വേണം മാസ്റ്റർ ചോദിക്കും, ഇത്ര വേണം. അപ്പോൾ മില്ലിലോ അതേതെങ്കിലും കടകളിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് കൊടുക്കും, അവരത് തയ്ച്ചു കൊടുക്കും. ദെൻ അവരൊരു ഡിസൈനറായി. ശരിക്കും ബേസിക്കലി അത് ഡിസൈനിങ് അല്ലത്. ആക്ച്വലി ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഡിസൈനേഴ്സ് കുട്ടികളൊക്കെ ജെനുവിൻലി ഡിസൈനേഴ്സ് ആയിട്ടുള്ളവരാണ്. അവരുടെ ക്രിയേറ്റീവ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് ഇത് വരച്ച് ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടോ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചൊരു ടൈം എടുത്തോട്ടെ നിൽക്കും. ഞാൻ ഫോണിൽ നോക്കാനല്ല കേട്ടോ എന്ന് ഞാൻ പറയും. എന്താണെന്ന് വെച്ചാൽ പിൻട്രസ്റ്റ് ചെയ്ത് എടുക്കരുത് പറയും. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്താൽ അത് യുണീക്ക് ആവുള്ളൂ. അപ്പോൾ അവർ അത് ആലോചിച്ച് കുറച്ചൊക്കെ ഇൻസ്പയർ ചെയ്തും അതിനെ ഒരു വ്യത്യാസമുള്ള പ്രോഡക്റ്റ് ആക്കും. അപ്പോൾ അത് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. അതാണല്ലോ ഒരു സിഒയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ആൾ ചെയ്യേണ്ടതല്ലേ. നമ്മുടെ ബാക്കിയുള്ള സ്റ്റാഫിനോ നമ്മുടെ താഴെയായിട്ടുള്ളവരെ നമ്മളാൽ ഇൻസ്പയർ ചെയ്തിട്ട് അവർ പിന്നെ കത്തിപ്പടരണം. അതാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ടീമിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പലയിടത്ത് കാണുന്നു, സെലിബ്രിറ്റീസ് ഇടുന്നത് വെയർ ചെയ്യുന്നത് കാണുന്നുണ്ട്. അങ്ങനെ പല ഐഡിയ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഷോപ്പ് ബ്രാൻഡിനെക്കാട്ടിയും കൂടുതൽ മില്ലനുമായിട്ട് അത് മിങ്കിളായി പോകും. കാര്യം മില്ലന് ഓൺ ഡിസൈൻസ് ആണല്ലോ, അവർക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ കഴിയും. അപ്പം ഈ നേരത്തെ ഒരു ധാരണയായിട്ട് വരുന്ന ആളുകൾ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ടേസ്റ്റും അത് മാക്സിമം നേരത്തെ ധാരണ എന്ന് പറഞ്ഞാൽ നേരത്തെ പടം എടുത്തുകൊണ്ട് വരുന്നവരുണ്ട്. കൂടുതലും സെലിബ്രിറ്റീസ് ഇടുന്നതും പലരിടുന്നതും എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമ്മളെന്തായാലും പുതുതായിട്ട് ഡിസൈൻ ചെയ്യാൻ പോവാം. ഒരാൾ ഇട്ട പ്രോഡക്റ്റ് എന്തിനാണ് ഇടുന്നത്? യു വാണ്ടഡ് ടു ബിക്കം എ ബ്രൈഡ് വിത്ത് എ ഡിസൈനർ ഔട്ട്ഫിറ്റ് അല്ലേ? അപ്പം ഡിസൈനർ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസൈനറുടെ അടുത്ത് വന്ന് പുതുതായിട്ട് ഉണ്ടാക്കുന്നതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം കോമൺലി പോയ പീസാണെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ പറയുമ്പം അവരും തിങ്ക് ചെയ്യും ഇതിനേക്കാളും ബെസ്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്കിടാം. അവർ പറയുന്ന പ്രൈസ് റേഞ്ചിൽ നമുക്ക് അതിനേക്കാളും ബെസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിനുള്ള ഫെസിലിറ്റി മിലൻ ഒരുക്കിയിട്ടുണ്ട്. ഇവൻ നമ്മൾ ഫാബ്രിക്കുകൾ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡിസൈനേഴ്സിനെ വെച്ചിട്ടുണ്ട്, ആക്സസറീസ് എല്ലാം തന്നെ കാണിക്കാനുള്ള. ഇപ്പോൾ നമ്മുടെ പുതിയ ഷോറൂമിൽ അങ്ങനെ ഒരു ഡിസൈൻ ഏരിയ തന്നെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഇരുന്ന് നമ്മുടെ പുതിയ മിലൻ ഡിസൈൻ എന്ന് പറയുന്ന PT ഉഷ റോഡിൽ ഇപ്പോൾ തുറക്കാൻ പോകുന്ന അവിടെ വന്നാൽ ഇരുന്ന് ഡിസൈനേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് വേണമെങ്കിൽ ഞാനോ എൻ്റെ ഡോട്ടറിലോ ഡിസൈനറാണ് അവരാണേലും ചെന്ന് ഹെൽപ്പ് ചെയ്ത് കസ്റ്റമൈസേഷൻ നല്ല
100% സാറ്റിസ്ഫൈഡ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനും നമ്മൾ അതിനുള്ള ഫുൾ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണം, അല്ലാതെ ഒരാളുടെ കോപ്പി ചെയ്തിട്ട് എന്താണ് കാര്യം? തീർച്ചയായും. ഈ മാമിന് ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് എന്തായാലും ഒരു ഇത്രയും എംപയർ ആയിട്ടുള്ള ഒരു ബിസിനസ് മുന്നോട്ട് നടക്കാൻ നേരത്ത് ഉണ്ടാവും. അപ്പോൾ എന്നും മനസ്സിൽ കാണുന്ന ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നായിരിക്കും? അങ്ങനെയൊന്നുമില്ല. രാത്രി ഉറങ്ങാൻ കിടന്നാൽ നമുക്ക് സ്വപ്നം കാണണം. ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് സ്വപ്നം കാണുന്നത് നല്ലതിനെ കുറിച്ച് സ്വപ്നം കാണണം. നാളെ എന്തായിരിക്കും പുതിയ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ മാത്രമല്ല, മേ ബി ഒരു കളർ കോമ്പിനേഷൻ ആയാലും മതി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നൊരു നല്ല കളർ കോമ്പിനേഷൻ നമുക്ക് ഡയേഴ്സിനെ കൊണ്ട് ഡൈ ചെയ്യിപ്പിച്ച് കിട്ടിയാൽ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് നമുക്ക് ആ കളർ കോമ്പിനേഷൻ വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഫാഷൻ എന്ന് പറയുന്നത് അതല്ലേ. മേ ബി കളറിലുണ്ടാവാം, ഡിസൈനിലുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. അല്ലാതെ നമുക്ക് രാത്രിയിൽ ഇങ്ങനെ ഉറക്കത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് വരെ കളറുകളും സാരികളും അങ്ങനത്തെ ആവണം എന്നാണ് എൻ്റെ എപ്പോഴും പ്രാർത്ഥന. എന്നാലേ നമുക്കതിലേക്ക് 24/7 നമ്മളിതിലല്ലേ. നമ്മൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ഫാമിലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കറങ്ങുന്ന ഇതൊക്കെ തന്നെ. അപ്പം അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്, ഞാനൊരു നെക്സ്റ്റ് സ്റ്റോറിനെ കുറിച്ചൊന്നും ഡ്രീം ചെയ്യാറില്ല. അങ്ങനെ ഇതൊക്കെ സംഭവിച്ച സ്റ്റോറുകളാണ്. മെയ്ഡ് ബൈ മിലൻ സംഭവിച്ചതാണ്, നമ്മൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയെടുത്തതല്ല. കൊറോണ സമയത്ത് സ്റ്റാഫുകൾ ഹിന്ദിക്കാർക്ക് പോവാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ തുണികൾ കൊടുത്തു. അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഗോഡൗണിൽ തന്നെയായിരുന്നു, ഗോഡൗണിൻ്റെ മേലെയായിരുന്നു. അപ്പോൾ അവരവിടുന്ന് ഒരാൾ എടുത്ത് പ്രൊഡക്റ്റ് റെഡിമെയ്ഡ്സ് ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടി. വീഡിയോ കോളിൽ കൂടെ വാട്സപ്പിൽ കൂടെ എനിക്ക് ഡിസൈൻ അയക്കാൻ പറ്റുമായിരുന്നു. അവർ ഒരു 1.5 മാസം കൊണ്ട് ഒരു കട തുടങ്ങാനുള്ള സാധനം ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് അത് വിൽക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മില്ലിൽ അത് സ്ഥലമില്ല. അങ്ങനെയാണ് ഒരു ഐഡിയ വന്നത്. മോനപ്പം പഠിത്തം കഴിഞ്ഞ് വന്നു. മോൻ US-ലായിരുന്നു. അപ്പോൾ അവൻ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഓർത്തു, യെസ് അവനുണ്ടല്ലോ, അപ്പോൾ അവനെക്കൊണ്ട് ഒരു സ്റ്റോർ അവനിട്ട് കൊടുക്കാം, റെസ്പോൺസിബിൾ ആവട്ടെ. അപ്പോൾ ആ കോർണർ സ്റ്റോർ നമ്മളങ്ങനെ റെഡിമെയ്ഡ്സിലേക്ക് കയറി. അങ്ങനെ സംഭവിച്ചതാണ്. ദെൻ വന്നത് മാസ്റ്റർ പീസ് ബൈ മില്ലിനും ഇതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റോറല്ലേ. അപ്പോൾ അത് നമ്മുടെ ഒരു കസിൻ്റെ സ്റ്റോർ. അപ്പോൾ പുള്ളി ഇങ്ങനെ, നിങ്ങളെന്തെങ്കിലും തുടങ്ങി, ഇതിങ്ങനെ ഒത്തിരി കാലമായിട്ട് പൂട്ടി കിടക്കും, എന്തെങ്കിലും അത് എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, സൽവാർ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ നമുക്കിപ്പം ഫുൾ ഫ്ലെഡ്ജിൽ കാണിക്കാൻ പറ്റാത്ത. അപ്പം ഞാൻ എൻ്റെ ഡോട്ടറിനോട് ചോദിച്ചു, ചെയ്യാമോ, നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നോക്കാമോ, നോ പ്രോബ്ലം. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അല്ലാതെ നമ്മൾ ഒരിക്കലും പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ഞങ്ങളുടെ സ്വപ്നമാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട്, ഞാനെൻ്റെ ഹസ്ബൻഡ് ഒരു 4-5 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു ബംഗ്ലാവായിരുന്നു അത്. അതിനെ റീമോൾഡ് ചെയ്ത് നമുക്ക് ഒരു ബൊട്ടീക്ക് തുടങ്ങാനായിരുന്നു പരിപാടി. പക്ഷെ അത് ഇങ്ങനെ വർക്കൗട്ടായില്ലെന്ന് വെച്ചാൽ അത് ആ വീട്ടിൽ അതിന് സ്പേസ് കിട്ടുന്നില്ല. നമ്മൾ എത്ര ഡിസൈൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് വേണമല്ലോ പ്രോഡക്റ്റ് വെക്കാൻ. അങ്ങനെ അത് ഡിമോളിഷ് ചെയ്ത് നമ്മൾ പണിഞ്ഞെടുത്തതാണ്. അപ്പം പണിഞ്ഞപ്പം നമ്മുടേതായ കുറേ ഇൻപുട്സ് ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇതുണ്ടാക്കി. ഇനിയത്തെ എൻ്റെ 5 വർഷത്തെന്ന് പറഞ്ഞാൽ ഇനി ഓൺലൈൻ വരുന്നു, ഓൺലൈനിലേക്ക് കയറണം. ദെൻ ഈ സ്റ്റോറിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റോർ ആവണം. ഇത് നമ്പർ 1 പ്രോഡക്റ്റ് കിട്ടുന്ന സ്റ്റോറാണ്. അത് ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിൽ നല്ല നമ്പർ 1 സ്റ്റോർ ആയാൽ അങ്ങ് ദുബായിൽ നിന്നും വരും, ഡൽഹിയിൽ നിന്നും വരും, ബോംബെയിൽ നിന്നും വരും കസ്റ്റമർ. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് നിർത്തിയിട്ട് നമുക്ക് അവിടെ നിന്നുള്ളവരെ ഇങ്ങോട്ട് വരുത്തണം. പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ അവർ വരട്ടെ. ഇപ്പം ഇവിടുന്ന് ഡൽഹി പോയി പർച്ചേസ് ചെയ്യുന്നവരില്ലേ, ഇവിടുന്ന് ബോംബെ പോകുന്നവരില്ലേ, നല്ല പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട്. അങ്ങനെയുള്ളവർ ബോംബെയിലിരുന്ന് അറിയണം, ഇങ്ങനെ കേരളത്തിലൊരു നല്ല മിലൻ ഡിസൈൻ ഉള്ള സ്റ്റോർ ഉണ്ട്, നമുക്ക് അവിടെ പോയി ഷോപ്പ് ചെയ്ത്. എനിക്കിപ്പോഴും ഡൽഹിയിൽ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഡൽഹി, ബോംബെ നിന്നൊക്കെയുള്ള നല്ല നല്ല കസ്റ്റമേഴ്സ്, നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടും അല്ലാതെയൊക്കെ വരുന്നുണ്ട്. വീഡിയോ കോളിൽ അല്ലാതെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വന്ന് വെഡിങ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് പോകുമ്പോൾ അവർക്ക് ആ ഫ്ലൈറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് എല്ലാം കിട്ടും, അവൈലബിളാണ്. സാരി, ലെഹങ്ക എല്ലാം അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് പോലും ഇത്രയും തപ്പിയെടുക്കാതെ നല്ല ക്രീം ഓഫ് ദ ക്രീം നമ്മൾ കൊടുക്കാമെങ്കിൽ ഐ എം വെരി ഷുവർ ഇത് സംഭവിക്കും. ഈ കസ്റ്റമേഴ്സിന്റെ ഹാപ്പിനെസ് ഉണ്ടല്ലോ, കാര്യം അവർ തേടിയെത്തിയ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവർ തേടിയെത്തിയ പ്രൊഡക്റ്റ്, അതാണ് എൻ്റെ പ്രോഫിറ്റ്. ഞാൻ എടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ ഹാപ്പിനെസ് ആണ്. അല്ലാതെ പൈസയെക്കുറിച്ച് ഞാൻ ചോദിക്കാറേ ഇല്ല, സെയിൽ എത്ര ആണെന്നൊന്നും. അതൊക്കെ പുറകെ വരും, കൂടെ വരും, അല്ലെ പുറകെ വരും. അപ്പം നമുക്ക് വേണ്ട അവർ തരുന്ന ഹാപ്പിനെസ്, അല്ലെ അവർ തരുന്ന ആ ഫീഡ്ബാക്ക്, അല്ല അവർ പറയുന്ന അതാണ് എൻ്റെ
ഏറ്റവും വലിയൊരു ദിവസത്തെ എൻ്റെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ തുടങ്ങാനുള്ള എനർജി. അത് ഭയങ്കരമാണ്. കസ്റ്റമർ വന്ന് ഹഗ് ചെയ്ത് കല്യാണം. ഇന്നലെ ഒരു കുട്ടി കല്യാണം 18 ഓഗസ്റ്റ് 18 ഒരു 20 പ്രാവശ്യങ്ങൾ എന്നോട് പറഞ്ഞു, ആൻറ്റി വരണം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ആണ് ഞാൻ വരാമെന്ന് പറഞ്ഞു. ദൂരെയാണ്, നമുക്ക് അന്നത്തെ ദിവസം പോകില്ലേ. അപ്പം ആക്ച്വലി അങ്ങനെ ഉള്ള ആ സന്തോഷമൊക്കെ ഭയങ്കര സന്തോഷം. ഇപ്പം മാമിൻ്റെ ഒരു ഭയങ്കര കോട്സ് എനിക്ക് ഭയങ്കരമായിട്ട് അതായത് തുണി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഞാൻ വിൽക്കുന്നത് ഫാഷനാണ്. ഫാഷൻ തേടിയാണ് എൻ്റെ കടയിൽ ആൾ വരുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അത് ബേസിക്കലി ഭയങ്കരമായിട്ട് ഒരു യുണീക്നെസ് തോന്നുന്നത് തന്നെയാണ് ആ കോട്ട്. കാര്യം ഫാഷന് വേണ്ടിയാണ് മിലനിലെ ആളുകൾ വരുന്നത്. ക്ലോത്ത് ഒരുപാട് സ്ഥലത്ത് കിട്ടും. അത് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ നടപ്പിലാക്കുന്നത്? അല്ല, ഞാനതാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുണി വിൽക്കാനാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ 4 ടെൻഷനില്ല. നമ്മളൊരു ബില്ലെടുത്തു, ആ ബില്ലിലെ പ്രോഡക്റ്റ് തീർന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ തുണി വിറ്റിട്ടുണ്ട്. ഞങ്ങളുടെ കുത്താടുള്ള സ്റ്റോർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റോറാണ്. അവിടെ മോർ ദാൻ 100 സ്റ്റാഫുള്ള സ്റ്റോറാണ്, വലിയ സ്റ്റോറാണ്. അവിടെ ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുള്ള ടെക്സ്റ്റൈൽ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റെഡിമെയ്ഡ്സിൽ ബില്ല് നോക്കും, ഏത് പാർട്ടിയുടെ സപ്ലയറുടെ ഏറ്റവും കൂടുതൽ പോയത്. അപ്പം തന്നെ വിറ്റ് പോയ സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് അയക്കും. അവരത് തന്നെ ഉടനെ അടുത്ത് ഇങ്ങോട്ട് അയക്കും. അല്ലാതെ അവിടെ വലിയ റിസ്ക് ഒന്നുമില്ല, നോ റിസ്ക്. ഇപ്പോഴും കൂത്താണ്ടുകുളത്ത് ചെന്നാൽ എനിക്ക് ആ സെറ്റിൽ നല്ല വിശാലമായിട്ടിരിക്കും. പിള്ളേർ കോഫി ടീ ഒക്കെ കൊണ്ടുതന്ന് ഞാൻ എൻ്റെ തറവാട്ടിൽ പോകുന്ന ഫീലിലായിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം റെഡിമെയ്ഡാണ്. എവറിത്തിങ് ഈസ് ഡൺ. റീസ്റ്റോക്ക് ചെയ്ത് പോകും. അതല്ല എല്ലാ സ്റ്റോറും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മിലനിൽ അങ്ങനെയല്ല. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റിൽ നമ്മൾ ഡിസൈനെ കുറിച്ചും കളറിനെ കുറിച്ചും പുതിയതിനെ കുറിച്ചും തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിലനിൽ പുതിയ സാധനം വരുന്നത്. അല്ല ഞാനിവിടെ AC-യിൽ എൻ്റെ വീട്ടിലിരുന്നാലൊന്നും വരില്ല. നമുക്ക് വേണേൽ ഇരിക്കാം, പക്ഷെ അതൊന്നും വരില്ല. സ്റ്റാഫിനെ വെച്ചിട്ടൊന്നും ഒരിക്കലും ഇതുപോലത്തെ ഒരു സ്റ്റോറൊന്നും റൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ അവരിൽ നിന്ന് കിട്ടേണ്ടതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളുടേത് നമ്മളിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് നമ്മൾ 100% ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡും മക്കളും അതെ, അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഫാഷൻ വിൽക്കാനായിട്ട് തന്നെ ഒരുങ്ങിയത്. ഈ ഇപ്പം 3-4 സ്റ്റോർ ആയി കഴിയാൻ നേരത്തെ അറിയാലോ ടെൻഷൻ, മാം എല്ലായിടത്തും എത്തണം. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അല്ല, എൻ്റെ മോനും ഡോട്ടർ ഇൻ ലോയും ഉള്ളത് കൊണ്ട് ഒരു പരിധിവരെ അവർ നോക്കുന്നുണ്ട്. പിന്നെ എത്തേണ്ടടുത്ത് ഞാൻ എത്തും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇച്ചിരി കൂടെ റിലാക്സ്ഡ് ആയി. മറ്റേത് ഒരു സ്റ്റോറായിരുന്നപ്പം അവിടെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂറല്ല 2 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് രാവിലെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്യും, ഇന്ന് എവിടെയൊക്കെ പോകണം, ഗോഡൗണിൽ പോകണോ, യൂണിറ്റിൽ പോകണോ, ഏതൊക്കെ സ്റ്റോറിൽ പോകണോ എന്ന് ഞാൻ നോട്ട് ചെയ്യും. എവിടെയാണ് ഷെഡ്യൂൾ ചെയ്യും. ഞാൻ ഷെഡ്യൂൾ ചെയ്താൽ രാവിലെ ചെന്ന് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് അവിടെ പോകും. പോയിട്ട് ഞാൻ പിന്നെ എനിക്കുള്ള സമയം എനിക്ക് ഇൻസെൻറ്റീവാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ഫാസ്റ്റായിട്ട് അവിടുത്തെ കാര്യം കഴിഞ്ഞെങ്കിൽ 1/2 മണിക്കൂർ എനിക്ക് ഇൻസെൻറ്റീവായിട്ട് എക്സ്ട്രാ കിട്ടുന്നത്. ആ സമയം ഞാൻ ഓടി എൻ്റെ കൊച്ചുമോൻ്റെ അടുത്ത് വരും. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആവുന്നുണ്ട്. ഈ ഫാമിലിയും ബിസിനസ്സും എല്ലാം അതിൻ്റെ ഇടക്ക് ഭയങ്കരമായി സ്വപ്നം കാണുന്ന ഒരാൾ കൂടെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഫാമിലിയും ബിസിനസ്സും കൂടെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. പക്ഷെ അത് മാനേജ് ചെയ്യാനൊരു അതും ഒരു ആർട്ടാണ്. നമ്മൾ ഹസ്ബൻഡിന് ഫുഡ് വേണ്ട സ്ഥലത്ത് ഫുഡ് കൊടുക്കുക, ഹസ്ബൻഡിന് കെയർ വേണ്ടിടത്ത് കെയർ കൊടുക്കുക, ഹസ്ബൻഡിനോട് സമയം ചിലവഴിക്കുക. ഇല്ലെങ്കിൽ ചുമ്മാ ഒരു ദിവസം വെറുതെ ആണെങ്കിലും പോകാനൊന്നും പറ്റില്ലായിരിക്കും. എനിക്ക് ഒരു തരത്തിൽ സമയം ഉണ്ടാവില്ല. എന്നാലും ഞാൻ പറയും നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കും. അത് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചോദിക്കുന്നത്, ചുമ്മാ ഒരു സന്തോഷത്തിന് ചോദിക്കുന്ന. ചിലപ്പം പോകും, ചിലപ്പം പോയില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഭാര്യയായിട്ട് ഒരു വൈഫിൻ്റെ റോൾ ആക്ട് ചെയ്യണം അവിടെ. സോ ഞാൻ എപ്പോഴും പറയും എല്ലാവരോടും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പഠിച്ചാലും മതി. വേറെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് അറിയില്ല എങ്കിൽ അത് നന്നായിട്ട് കുക്ക് ചെയ്യാനുള്ളവരെ വെച്ച് അത് പ്രോപ്പർ ടൈമിൽ അതിൻ്റെതായ രീതി പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ഹാപ്പിനെസ് കിട്ടണം. ഫുഡ് മാത്രമല്ല, എൻ്റെ മോനാണേലും അതെ, ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ഫുഡി അവനും ഒക്കെ ചില ദിവസങ്ങളിൽ പറയും അമ്മ ഉണ്ടാക്കുന്നത് അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഞാനത് ഉണ്ടാക്കിയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തിരക്കാണേലും അതിന് നമ്മൾ സമയം കണ്ടെത്തി ഇടയ്ക്ക് ഞാൻ ചിലപ്പം വരും ഇവിടെ അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ബിക്കോസ് അത്രയും കീനായിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ആഫ്റ്റർ ബിസിനസ് എൻ്റെ വീട്ടിലെത്തുമ്പം ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം എനിക്ക് പറ്റാവുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നൊരു ഹാപ്പിനെസ് നമുക്ക് വരുന്നത്.
ഈ ഡെയിലി വേഴ്സ് ഉണ്ടല്ലോ, മിലൻ്റെ ഡെയിലി വേഴ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മാരേജ് ഫംഗ്ഷൻസിന് വേണ്ടിയുള്ള ഡിസൈൻസ് നിൽക്കുന്നതും ഡെയിലി വേഴ്സിന് വേണ്ടി മിലനിൽ തേടിയെത്തുന്നവർക്ക് എന്തായിരുന്നു ഒരു മെയ്ഡ് ബൈ മിലനിൽ ആക്ച്വലി ഡെയിലി വേഴ്സ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ഇപ്പം നടക്കുന്നത്. ബ്രൈഡൽ ഓഫ് കോഴ്സ് ഉണ്ട് ലെഹങ്കയൊക്കെ, പക്ഷേ നമ്മൾ ഡെയിലി വെയർ ഇങ്ങനെ ഓഫീസിൽ പോകുന്നവർക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റേഞ്ച് കുറഞ്ഞ കുർത്തീസ്, അതായത് ഒരു 1000 മുതൽ 1500 ഓൺവേർഡ്സ് ഉള്ള സൽവാർ കുർത്തീസ്. പക്ഷെ അത് കോട്ടൺ ആയിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും, ഫാഷനബിൾ ആയിരിക്കും. അത് 100% ഷോർട്ട് ചെയ്തിട്ടേ വെക്കുള്ളൂ. കിട്ടുന്ന ചവറൊന്നും നമ്മൾ വാങ്ങിച്ചു വെക്കുകയല്ല. വിലയല്ല അവിടെ ക്രൈറ്റീരിയ. നമ്മുടെ കസ്റ്റമേഴ്സിന് വിലയെക്കാളിലും കൂടുതൽ മിലനിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, മിലനിൽ ക്വാളിറ്റി ഉണ്ടെന്നും മിലനിൽ ഇതിന് ഒരു യുണീക്നെസ് ഉണ്ടെന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിനെ നമുക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ആ ട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ ഫാബ്രിക്. അതുപോലെ തന്നെ ഫാബ്രിക് വെക്കുന്നതും അതൊക്കെ ഡെയിലി വെയറിന് ഭയങ്കരമായിട്ട് സെയിൽ ചെയ്യുന്ന സാധനമാണ്. ഇപ്പം നമുക്കറിയാം ഒരുപാട് യുവാക്കൾ എന്താണ് ബിസിനസ് സ്വപ്നം കണ്ടുവരുന്ന ഒരുപാട് ലേഡീസ് ആണെങ്കിലും ഉണ്ട്. കാര്യം അപ്പം അവരോട് മാം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഒരു വുമൺ ഓൺട്രപ്രണറായിട്ട് ആദ്യത്തെ ഒരു 5 ലിസ്റ്റിലൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അയാൾക്ക് എന്താണ് പറയാനോട് അവരോട് പറയാൻ, പുതിയ തലമുറയോട് പറയാൻ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ AC-ലിട്ട് ഓഫീസിലിരുന്നിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ബിസിനസ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഫുള്ളി നോളജബിൾ ആയിരിക്കണം. നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. ഇതിനൊരു പാകപ്പിഴ, അതിനൊരു കുഴപ്പം വന്നാൽ, നെഗറ്റീവ് വന്നാൽ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പോലും നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇത് പ്രോബ്ലം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന് അപ്പോൾ നമുക്ക് അന്നേരം നോക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ പറ്റില്ല. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊരു ക്ലിയർ ഐഡിയ ഉണ്ടാവണം. ചുമ്മാ എടുത്ത് ചാടാൻ ശ്രമിക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. മേ ബി ചിലപ്പോൾ രാത്രികളിൽ 2 മണി 3 മണി വരെയൊക്കെ പ്രൈസിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഇരുന്ന സമയങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അത് ഒക്കെ നമ്മളുടെ പാഷൻ മാത്രമല്ല, നമുക്കിത് വിജയിപ്പിക്കണം എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനും കൂടെ ഒക്കെ തോന്നണം. ഇപ്പോഴത്തെ പിള്ളേർ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ആയിരുന്നു. ഓക്കെ, നിങ്ങളത് ചെയ്താലും മതി, പക്ഷേ ചെയ്യണം. ചെയ്തിട്ടാണ് നമ്മളുടെ ആ ബിസിനസ്സിനെ വളർത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും പറ്റില്ല. അത് നമ്മൾ അതിനകത്ത് ഫുള്ളായിട്ട് ഇറങ്ങി മാനേജേഴ്സിനെ വെച്ച് ഒരു ബിസിനസ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. കൊണ്ടുപോകാം മാനേജേഴ്സിനെ വെച്ച് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ എന്നാലും നമ്മളുടെ കണ്ണെപ്പോഴും ഉണ്ടാവണം നമ്മളുടെ പ്രസ്ഥാനത്തിൽ, നമ്മളുടെ എന്തിലാണേലും. എന്നാലും നമ്മളുടേതായ ടച്ച് അതിലുണ്ടാവും. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ എല്ലാ ആശംസയും. താങ്ക് യു സോ മച്ച്.